വയനാട് ജില്ലയിൽ വിമതരെ കൊണ്ട് വലയുകയാണ് UDF. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുണ്ട്. വിമത സ്ഥാനാർത്ഥികളാണ് വയനാട്ടിൽ UDFിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാരനുൾപ്പെടെ വിമതനാണ് UDFിലുള്ളത്. സംഷാദ് മരക്കാർ മത്സരിക്കുന്ന പനമ്പരം ബ്ലോക്കിലെ പൂതാടി ഡിവിഷനിൽ കോൺഗ്രസ് നേതാവ് ബിനു ജേക്കബാണ് വിമത സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. കണിയാമ്പറ്റ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമായിരുന്നു ബിനു ജേക്കബ്. ജില്ലാ പഞ്ചായത്ത് മീനങ്ങാടി ഡിവിഷനിലും UDFിന് വിമത സ്ഥാനാർത്ഥിയുണ്ട്. ലിൻഡോ കെ കുര്യാക്കോസാണ് വിമതൻ. സീറ്റ് ചർച്ചയിൽ മീനങ്ങാടി ഡിവിഷൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകുകയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് സീറ്റിനായുള്ള നേതാക്കളുടെ തമ്മിലടിയിൽ ഘടകകക്ഷിക്ക് നൽകിയ സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുത്തു. സീറ്റ് വിട്ടുകൊടുക്കാൻ കേരള കോൺഗ്രസ് തയ്യാറായില്ല. സ്ഥാനാർത്ഥിയെക്കൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാൻ അവസാന സമയം വരെ ടി സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ പരിശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. മത്സരത്തിൽ ഉറച്ചു നിൽക്കാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. മാനന്തവാടി നഗരസഭയിൽ 3 വാർഡുകളിൽ കോൺഗ്രസ് വിമതരുണ്ട്. 9ാം വാർഡ് വിൻസെന്റ് മഹിളാ കോൺഗ്രസ് നേതാവും മുൻ മാനന്തവാടി പഞ്ചായത്ത് പ്രസിഡന്റുമായ ഗ്ലാഡിസ് ചെറിയാനും 10ാം വാർഡിൽ പുത്തൻപുര ഡിവിഷനിൽ കോൺഗ്രസ് നേതാവ് നൌഷാദ് പുത്തൻതറയും 18ാം വാർഡ് കൊയിലേരിയിൽ ഷൈനി വാഗോലും UDFിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി രംഗത്തുണ്ട്. ഗ്ലാഡിസ് ചെറിയാനും നൌഷാദും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചാണ് മത്സരത്തിനിറങ്ങിയത്. വെങ്ങപ്പള്ളി പഞ്ചായത്ത് 8ാം വാർഡിൽ ലീഗ് വിമതൻ മത്സരരംഗത്തുണ്ട്. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കോൺഗ്രസിലെ ജെസ്സി ജോണിയാണ് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത്. കോൺഗ്രസ് സീറ്റ് ലീഗിന് വിട്ടുകൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് മത്സരം. നെന്മേനിയിൽ 1 വാർഡിൽ കോൺഗ്രസും ലീഗും ഏറ്റുമുട്ടുന്നു. ബത്തേരി നഗരസഭ 33ാം ഡിവിഷൻ ചീനപ്പുല്ലിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെ പത്രിക നൽകിയ റിബൽ സ്ഥാനാർത്ഥി പിന്മാറാതെ മത്സരരംഗത്തുണ്ട്. മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷബീർ അഹമ്മദാണ് UDF പ്രഖ്യാപിച്ച ഔദ്യോഗിക സ്ഥാനാർത്ഥി. മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരിയാണ് വിമതനായി മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നത്. നെന്മേനി പഞ്ചായത്ത് 10ാം വാർഡ് ഈസ്റ്റ് ചീരാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മിനി തോമസിനെതിരെ പത്രിക നൽകിയ മുസ്ലിം ലീഗിലെ ജമീലയും പിന്മാറിയിട്ടില്ല. കൈരളി ന്യൂസ്, വയനാട്.